കൃതജ്ഞതാഭരിതമായ ഹൃദയമുള്ളവൻ എന്നും വിരുന്നോണം. സുഹൃത്തേ, നിങ്ങളിൽ ആരെങ്കിലും ഒരു നേരം ഇല്ലായ്മ കൊണ്ട് പട്ടിണി കിടന്നവരുണ്ടോ? ഇനി അതല്ല, നിങ്ങളുടെ കുട്ടിക്കാലത്തെങ്കിലും നിങ്ങൾ പട്ടിണി അനുഭവിച്ചിട്ടുണ്ടോ? വിശപ്പ് മാറാതെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ച നാളുകളുണ്ടോ നിങ്ങളുടെയൊക്കെ ലൈഫിൽ? ഇന്ന് അങ്ങനെ ഒരു ജീവിതം കാണാൻ പണിയാണ്. കാരണം ആണായാലും പെണ്ണായാലും എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് 3 നേരവും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള വക കണ്ടെത്തും. അവർ കണ്ടെത്തി കൊണ്ടുവരും, അല്ലേ? നമുക്ക് ഭക്ഷണം വേണ്ട ഇന്ന്. അതല്ലെങ്കിൽ നമ്മൾ 6 നേരം കഴിച്ചിട്ടും പോരെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉള്ളത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കിയാൽ വെച്ചാൽ നമ്മൾ വിരൽത്തുമ്പില്ല, നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കും. സമ്പന്നതയിലാണ് ഇന്ന് എല്ലാവരും ജീവിക്കുന്നത് സത്യത്തിൽ. പക്ഷേ അർദ്ധപട്ടിണിക്കാരായ, മുഴുപട്ടിണിക്കാരായ എത്രയോ ആളുകൾ എനിക്കറിയാം. നമ്മൾ എന്താ ചെയ്യുക? ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയാൽ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. എന്നാൽ പിന്നെ നാളെ അതെടുത്ത് ചൂടാക്കോ? ഇല്ല, ഇന്ന് വേറെ ഉണ്ടാക്കിയിട്ട് അതെടുത്ത് വേസ്റ്റ് കളയും. നമ്മൾ കളയുന്ന ഒരു മണി വറ്റിൽ വിശക്കുന്നവൻ്റെ കണ്ണീരുണ്ടെന്നാണ് പറയുക. ഒരു നേരം പോലും സമയം തെറ്റിയാൽ അതിൻ്റെ അവശത നമുക്കറിയാം. ശരീരത്തിൽ വിറയൽ വരും, സ്ട്രെസ്സ് കയറും, നമുക്ക് എനർജി ഉണ്ടാവില്ല, എന്തെല്ലാം വിഷമതകൾ നമ്മൾ അനുഭവിക്കും. ഈ സമയത്ത് നമുക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം മുക്കി തന്നാൽ നമ്മളറിയാതെ നന്ദി പറഞ്ഞു പോവില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ കൃതജ്ഞതയുള്ളവരാകാൻ പോവുക. തീർച്ചയായിട്ടും നമ്മളത് ഉണ്ടായിരിക്കണം, അങ്ങനെ ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് ബിസ്മിയും പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, അന്നപൂർണേശ്വരി ധ്യാനിച്ച് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. എന്താണോ ഓരോ മതവിഭാഗത്തിലും പറഞ്ഞിരിക്കുന്നത് അത് അനുസരിച്ച് ധ്യാനിച്ച് ഭക്ഷണം കഴിക്കുന്നവരുണ്ട് എൻ്റെ സുഹൃത്തുക്കളിൽ. ഇനി ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ആൾക്കാർ ആ ഭക്ഷണത്തിന് നന്ദി പറഞ്ഞ് കഴിക്കുന്നവരുണ്ട്. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. അപ്പം നോക്കാം, ഭക്ഷണം ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മളിപ്പോൾ ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. നമ്മുടെ കുടുംബമോ സുഹൃത്തുക്കളോ ആരും തന്നെ ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് ഇന്നുണ്ടാവോ നാളെ ഉണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ ഈ മനോഹരമായ ഭൂമിയിൽ ഒരുമിച്ച് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് അനിർവചനീയമായ സന്തോഷത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ അതിന് കാരണം പ്രകൃതിയുടെ ദാനമായ ഭക്ഷണവും വെള്ളവും ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ലളിതവും മാന്ത്രികവുമായ നന്ദി എന്ന വാക്ക് ഉച്ചരിക്കുന്നത് ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അത്ഭുതത്തിനുള്ള അംഗീകാരവും കൃതജ്ഞതയർപ്പിക്കലുമാണ്. നിങ്ങളത് ഉറക്കെയൊന്നും പറയണമെന്നില്ല, മനസ്സിൽ ആ ഭക്ഷണത്തിനോട് തീർച്ചയായിട്ടും നമ്മൾ നന്ദി പറഞ്ഞേ പറ്റൂ. ഈശ്വരൻ, എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ പലപ്പോഴും ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം നമ്മൾ കഴിക്കാറില്ല. വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് മക്കളൊക്കെ, അല്ലേ? അവർക്കത് പുറത്തുനിന്ന് കഴിക്കേണ്ടിയിട്ടാണ്. പക്ഷേ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, എന്ത് ടേസ്റ്റ് ഇല്ലെങ്കിലും എത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ആ ഒരു ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന വയറുകൾ, എരിയുന്ന വയറുകൾ എത്രയോ കാലങ്ങൾക്കകലെയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലോ കാത്തിരിക്കുന്നുണ്ട്. ഒരു കഷ്ണം റൊട്ടി കഷ്ണത്തിന് വേണ്ടിയിട്ടൊക്കെ വിശന്നിരിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ടേസ്റ്റൊന്നും വേണ്ട, നമുക്ക് ഇത്രയും സൗകര്യങ്ങളോടുകൂടി ഇത്രയും ഭക്ഷണം നമ്മുടെ ടേബിളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. ഒരൊറ്റ ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ മൊത്തം മാറില്ലേ? ഇനിയിപ്പോൾ ഭക്ഷണം ഉണ്ടായിട്ട് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ? നമ്മളിപ്പോൾ എന്നെപ്പോലെ പേഷ്യൻ്റ് ആയിരുന്നവർ, നമ്മളെപ്പോലെ ഈ കൂട്ടത്തിൽ ഒരുപാടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ. അവർക്കറിയാം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, ഭക്ഷണം കഴിച്ചാൽ തന്നെ അത് വൊമിറ്റ് ചെയ്തു പോവുക. ഇതിനൊക്കെ നമ്മൾ നന്ദി പറയണം. ഈശ്വരൻ, എനിക്ക് ഈ ഭക്ഷണം തൊണ്ടയിൽ കൂടെ ഇറങ്ങി പോകുന്നുണ്ടല്ലോ, കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഒരു ഭക്ഷണത്തിന് നമ്മൾ നന്ദി പറയുക? അത് പാചകം ചെയ്ത് തരുന്ന ആൾക്ക് നമ്മൾ നന്ദി പറയുക. ഒന്നും വേണ്ട, അത് പാചകം ചെയ്ത് നമ്മളെ മുന്നിൽ കൊണ്ട് തരുമ്പോൾ രുചിയോടെ നമ്മൾ കഴിക്കുന്നത് നോക്കി നിൽക്കാൻ അമ്മമാരായാലും ഭാര്യമാരായാലും അപൂർവം ചില ഭർത്താക്കന്മാരും ഭക്ഷണമൊക്കെ പാകം ചെയ്ത് തരില്ലേ? എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. ഞാൻ വയ്യാതിരിക്കുകയാണെങ്കിലൊക്കെ നല്ല ചായയൊക്കെ ഉണ്ടാക്കും. അതൊക്കെ ടേസ്റ്റോട് കുടിക്കുമ്പോൾ എന്തൊരു സുഖമാണ്. അങ്ങനെ നമുക്ക് ആരെങ്കിലും ഭക്ഷണം തരുന്നുണ്ടെങ്കിൽ അത് കടമയ്ക്കപ്പുറത്ത് അവരുടെ സ്നേഹമാണ്, നമ്മളോടുള്ള കരുതലാണ്, അവരുടെ നല്ല മനസ്സാണ്. അതിലൊരു ദൈവീകത ഉണ്ട്. അതിന് നമുക്ക് മനസ്സിൽ തട്ടി തന്നെ നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ ഭക്ഷണത്തിൽ മാന്ത്രികത നിറയ്ക്കുമ്പോൾ എവിടുന്ന് തുടങ്ങണം? നമ്മൾ കടയിൽ പോയി വാങ്ങിച്ച് നമ്മളെ കാശ് കൊടുത്ത് കൊണ്ടുവരികയായിരിക്കും. പക്ഷെ അതിനും അപ്പുറത്തേക്കൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. എത്ര പേരുടെ അധ്വാനം ഉണ്ടായിരിക്കും ആ ഭക്ഷണം
നമ്മുടെ തീന്മേശയിൽ എത്തുന്നത് വരെയുള്ള എല്ലാവരോടും നമുക്ക് നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് നാളെയും ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ, സുഭിക്ഷമായിട്ട് നമ്മുടെ തീന്മേശയിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ ഭക്ഷണത്തിനോട് നന്ദി പറയുക. അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും കർമ്മഫലം എന്ന് കേട്ടിട്ടില്ലേ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ഒരു പക്ഷേ നമ്മൾ പോയേക്കാം. മരണം വരെ നമുക്ക് ഭക്ഷണം ഇറങ്ങാതിരിക്കാനുള്ള ഒരവസ്ഥ ഇല്ലാതിരിക്കട്ടെ. ടേസ്റ്റോടു കൂടി നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ ഈ ഭൂമി വിട്ടു പോകുന്നത് വരെ കഴിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ്, രാവിലെ തന്നെ നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അതിന് നന്ദി പറയുക. തീന്മേശയിൽ നമ്മളെ ഭക്ഷണം എത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ പറഞ്ഞാൽ മതി, ഉറക്കെ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ നന്ദി പറയുക. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോടും അത് പരിശീലിക്കാൻ പറയുക. ഇന്ന് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് വരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ഒരു ഭക്ഷണത്തിൻ്റെ ഒരു അല്പം പോലും വേസ്റ്റ് ആക്കാതിരിക്കുക. അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. അതിനൊരു ദൈവികത ഉണ്ട്, അതിന് അത്യാവശ്യമുള്ളവർ ഈ ഭൂമിയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു റെസ്പെക്റ്റോടു കൂടി ഭക്ഷണത്തിന് തീർച്ചയായിട്ടും കാണുക, സമീപിക്കുക. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇന്ന് നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റാൽ ഉടനെ നമ്മളെ 10 അനുഗ്രഹങ്ങൾ എഴുതുക. ആ കൂട്ടത്തിൽ ആദ്യം കുടിക്കുന്ന വെള്ളത്തിന് തൊട്ട് രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ നമ്മൾ കഴിക്കുന്ന എന്ത് കഴിക്കുന്നോ അതിന് നന്ദിയുള്ളവരായിരിക്കുക, നന്ദി രേഖപ്പെടുത്തുക. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യൂ. എന്നിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ എന്താണ്, നമ്മളെ മാന്ത്രിക കല്ലെടുക്കുക. അന്നത്തെ ഏറ്റവും നല്ല 3 അനുഗ്രഹത്തിന് നന്ദി പറയുക. അപ്പോൾ നമ്മൾ ജീവിതത്തിലെ ഓരോ മേഖലയിലും നമ്മൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ 28 ദിവസം നിങ്ങൾ ഒരു ദിവസം പോലും ഒഴിവാക്കാതെ വേണം ഇത് പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ. ഞാനത് പറയാൻ മറന്നിട്ടുണ്ട്. 28 ദിവസവും തുടർച്ചയായിട്ട് തന്നെ ചെയ്യണം. ഇങ്ങനെ 28 ദിവസവും തുടർച്ചയായിട്ട് ലൈഫിൽ ഓരോ കാര്യത്തിനും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ 28 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ആ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ, എല്ലാറ്റിലും ടോട്ടൽ ചേഞ്ച് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കട്ടെ. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവരാവട്ടെ. സന്തോഷമായിട്ടിരിക്കുക. അടുത്ത എപ്പിസോഡ് മിസ് ചെയ്യരുത്. നമ്മൾ മാന്ത്രികത നിറയ്ക്കാൻ പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ, കൃതജ്ഞതയുടെ മാന്ത്രികത. ലവ് യു ആൾ. കാണാം.